സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ സ്കിൻ കളറിന് ചേരുന്ന ഏത് കളറുടെ ഡ്രസ്സുകൾ നമ്മൾ ധരിക്കണം എന്നുള്ളത്. ChatGPTയിലെ ചെറിയ 2 പ്രോംപ്റ്റ് വെച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻസ് മാറി കിട്ടുകയും ചെയ്യും, ചില കാര്യങ്ങളിൽ ക്ലാരിറ്റിയും വരും. ഇഷ്ടപ്പെട്ട കളറിൽ ഒരു ഡ്രസ്സ് മേടിച്ച് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ ഡള്ളാവുകയും ചെയ്യും, നമുക്കത് ചേരത്തെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മിക്ക ആൺപിള്ളേരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് നമ്മുടെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ. നമ്മളിൽ കുറച്ച് പേരെങ്കിലും വലിയ വലിയ സിനിമ നടന്മാരെ ആൾക്കാരെയൊക്കെ അനുകരിക്കുമായിരിക്കും, അവരെ വെക്കുന്ന അതേപോലെ തന്നെ മുടി നമുക്കും ചേരുമെന്ന് ഓർത്ത് നമ്മളത് വെട്ടും, ചിലപ്പോൾ അത് ഫ്ലോപ്പും ആകും. ChatGPTയിലെ ഈ പ്രോംപ്റ്റ് കൊണ്ട് നമുക്ക് ചേരണ ഹെയർ സ്റ്റൈൽ ഏതാ, നമുക്ക് ചേരത്തില്ലാത്ത ഹെയർ സ്റ്റൈൽ ഏതാന്ന് പറയും. അതിനു മുമ്പ് നമ്മുടെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ പറയും. അതേപോലെ തന്നെ നമ്മുടെ ഏത് ബോഡി ടൈപ്പ് ആണ്, നമുക്ക് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഡ്രസ്സുകളും ഏതാന്ന് കാണിച്ചു തരും. ആദ്യം നമുക്ക് ചേരണ ഹെയർ സ്റ്റൈലിനേക്കാളും നമുക്ക് ചേരാത്ത ഹെയർ സ്റ്റൈൽ ഏതാന്ന് നോക്കാം. എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹാപ്പി ഹസ്ബൻഡ്സിനകത്തെ സലിം കുമാറിന്റെ ആ ഹെയർ സ്റ്റൈൽ എനിക്ക് ഒട്ടും ചേരത്തില്ല. അതേപോലെ തന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തനകത്തെ ആ ചെറുക്കന്റെ ഹെയർ സ്റ്റൈലും എനിക്ക് ഒട്ടും ചേരത്തില്ല. പക്ഷേ ഈ തലയിൽ കളർ കമ്മത്തിയേക്കണത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ചേരണതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയാണെന്നാണ് ChatGPT പറയുന്നത്. ഇനി ആരുടെയും തലമുടി കണ്ടിട്ട് നമ്മളും അതുപോലെ തന്നെ വെട്ടിയേക്കാന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഇട്ട് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാവും. അപ്പോൾ വെച്ചുള്ള സാങ്കേതിക വിദ്യകളുടെ ക്ലാസ് ഒക്കെ അത്രേ ഉള്ളൂ. ഈ നമുക്ക് ഡയറ്റിന് വേണ്ട സാധനങ്ങളെല്ലാം ഈ ആഴ്ചത്തേക്കുള്ളത് ലുലു മാളിൽ പോയി എല്ലാം സ്റ്റോക്ക് ചെയ്തു. ആദ്യമേ പോയത് ഈ ഓഫറുള്ള മസാല സെഷനിലായിരുന്നു. ഇത് ശരിക്കും നല്ലതാണ്. ഇതിനിപ്പോൾ 50% ഓഫ് ഉണ്ട് ലുലുവിൽ. അതും 2 എടുത്തിട്ട് നേരെ മീറ്റ് കൗണ്ടറിലോട്ട് പോയി നമ്മുടെ ഡയറ്റിന് വേണ്ട ചിക്കനും ബീഫും ഒരാഴ്ചത്തേക്കുള്ള കറക്റ്റ് അളവിൽ മേടിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഡെയിലി റുട്ടീനിൽ വേറെ കുറച്ച് മാറ്റങ്ങൾ വന്നു. നമ്മൾ വീണ്ടും രാവിലെയും വൈകുന്നേരവും 2 സെഷനായിട്ട് ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. രാവിലെ കാർഡിയോയ്ക്കും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യാനായിട്ട്. രാവിലെ പോയി നമ്മുടെ വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കാർഡിയോ ചെയ്ത് തീർത്തിട്ട് നേരെ വന്നു ഓഫീസിലേക്ക് മീലെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി. നമ്മൾ മീലായിട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത്, എത്ര അളവിലാണ് കഴിക്കുന്നതെന്നൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ പറയാം. ഓഫീസിൽ പോകാൻ സമയമായതുകൊണ്ട് മീലെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെ വർക്കൗട്ടും നമ്മുടെ മീലെല്ലാം കഴിച്ചതിന് ശേഷം വൈകുന്നേരം പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് നമ്മൾ പണിയെല്ലാം തീർത്തിട്ട് നേരെ ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 42 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ചെസ്റ്റും ഷോൾഡറും ഫോക്കസ് ചെയ്തുള്ള ഒരു അപ്പർ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മിച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ് സർപ്സ് ക്യാപ്ഷൻസ് ഉണ്ട്. വീൽസ് ചെയ്യണം. നെക്സ്റ്റ്